ഓക്കെ, ഇത് ഇതാണ് നമ്മുടെ ഡിവൈസുകൾ. താഴെ കാണുന്നത് 24 വോൾട്ടിന്റെ സ്വിച്ച്, ഇത് 40 ഗേറ്റ് 40F എന്ന് പറഞ്ഞ മോഡല്, മേളിലിരിക്കുന്ന റൗട്ടർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് റൗട്ടറിൽ നിന്ന് ഫസ്റ്റ് 40 ഗേറ്റ് 40F നമ്മൾ ഫസ്റ്റ് കോൺഫിഗർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു കേബിൾ എടുത്ത്, ലാൻ കേബിൾ എടുത്ത് ഈ 40 ഗേറ്റിന്റെ പോർട്ട് നമ്പർ 1 നിന്ന് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഫസ്റ്റ് അത് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ട് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. വാൻ ഇതിന്റെ 40 ഗേറ്റിന്റെ 1 കണക്ട് ചെയ്തു. എന്നിട്ട് അതിന് മറ്റേ എൻഡ് നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു. ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം, അത് കണക്റ്റിംഗ് ഇന്റർനെറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് കണക്ട് ആയി. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അതിലെ ഗേറ്റ്വേയിലേക്ക് കയറണം. 40 ഗേറ്റിന്റെ ഗേറ്റ്വേ 192.168 ഇതാണ് അതിന്റെ ഗേറ്റ്വേ. അതിൽ നമ്മൾ കയറി. ഇത് 40 ഗേറ്റിന്റെ ഡിഫോൾട്ട് ഗേറ്റ്വേ ആണ്. ഇത് ഇന്നത്തെ അഡ്മിൻ എൻ്റർ കൊടുത്തു. പാസ്വേഡ് വേണ്ട, ഫസ്റ്റ് രജിസ്ട്രേഷൻ ആയതുകൊണ്ട്. ഇവിടെ നമ്മൾ പാസ്വേഡ് വീണ്ടും അഡ്മിൻ എന്ന് കൊടുത്തു. അഡ്മിൻ ഓക്കെ കൊടുത്തു. നമ്മൾ വീണ്ടും ഒന്നുകൂടെ ലോഗിൻ ചെയ്യണം. അഡ്മിൻ ഓക്കെ. നമ്മൾ ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ വേറെ സാധനങ്ങളൊക്കെ നോക്കും, നമുക്ക് കാണാം വാൻ IP ഒന്നും കൊടുത്തിട്ടില്ല, അതൊക്കെ ബ്ലാങ്ക് ആണ്. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ലാൻ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെറ്റ്വർക്കിൽ പോയിട്ട് ഇന്റർഫേസ് എന്നുള്ളടത്ത് പോവുക. ഇപ്പോൾ ഇന്റർഫേസ് നമുക്ക് കാണാം ലാൻ 1 2 3 3 പോർട്ട് നമുക്ക് കാണാം അതിനകത്തില്. അപ്പോൾ 3 പോർട്ടിൽ ലാൻ 1 നമ്മൾ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. സോ അതിൽ ഇന്റർനെറ്റ് അതിൽ കണക്റ്റഡ് ആണ്, അപ്പാണ് കാണിച്ചേക്കുന്നത്, ഗ്രീൻ കളർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ പേര് നമ്മൾ ലാൻ 1 എന്ന് കൊടുത്തു. ഒന്നും കൊടുക്കണമെന്നില്ല, ജസ്റ്റ് നമ്മൾ ഒരു ഇതിനു വേണ്ടി കൊടുക്കുന്നേ ഉള്ളൂ. അത് കൊടുത്തു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പോർട്ട്, ഏതെങ്കിലും പോർട്ട്, ഇപ്പോൾ നമുക്ക് ഒരു 8 പോർട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 6 പോർട്ട് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ബാക്കി 7 8 നമ്മൾ ഡിസേബിൾ ചെയ്യും. ഇപ്പം ഇത് 3 ഡിസേബിൾ ചെയ്യുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാം. ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അടുത്ത മാനുവൽ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് 192.168.99. ഇതിന് ഡിഫോൾട്ട് ഗേറ്റ്വേ ആണ്. നമ്മൾ ഇതല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ നമ്മുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ 172 സീരീസിലേക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഇനി 172.20.70.254 എന്നിട്ട് ബാക്കി ഈ സബ്നെറ്റ് കിടക്കുന്നത്, നെറ്റ് മാസ്ക് കിടക്കുന്നത് ഇത് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് ഇത്രയും 254 ഇവിടെ കൊടുത്തു. ഇവിടെ കൊടുക്കുന്നതാണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് പിക്ക് ചെയ്യുന്നത്. ഇപ്പൊ 254 നമ്മൾ ഇവിടെ കൊടുത്തിട്ട് ഈ ലാൻ ഓക്കെ ആണ്. ഇതിന്റെ SS HTTPS പിങ് SNMP ഈ സാധനങ്ങളൊക്കെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം IPv4 വേണ്ടിയിട്ട്. ഇത് കൊടുത്തില്ലെങ്കിൽ ഇത് ഡിസേബിൾ ആയി കിടക്കും, എനേബിൾ ആയി കിടക്കത്തില്ല. എന്നിട്ട് DHCP സെർവർ നമ്മൾ എനേബിൾ ആക്കണം. ചിലപ്പോൾ ബൈ ഡിഫോൾട്ട് എനേബിൾ ആയിരിക്കും, പക്ഷെ എനേബിൾ ആക്കിയിട്ട് ഇവിടെ നമ്മൾ ഇതിന്റെ റേഞ്ച് മാറ്റി കൊടുക്കണം. റേഞ്ച് മാറ്റുന്നത് 172.20.1 to 253 172.20.70.
253 വരെ കൊടുക്കണം. ഇത് ഈ ഒരു ഹൈഫൺ ഇട്ട് നമ്മൾ ആ ഗ്യാപ്പ് കൊടുക്കും. ഈ 253 കൊടുത്തത് ഡിഫോൾട്ട് ഗേറ്റ് വേ ആയിട്ട് 254 നമ്മൾ ഇവിടെ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അതാണ് ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ചോദിക്കുന്നുണ്ട് ഡിഫോൾട്ട് ഗേറ്റ് വേ സെയിം ആസ് ഇന്റർഫേസ് ഐ പി. ഇവിടെ സെയിം ഇന്റർഫേസ് ഐ പി എന്ന് പറഞ്ഞാൽ ഇതാണ് 254. അതുകൊണ്ടാണ് നമ്മൾ ഈ 253 വരെ കൊടുത്തത്. ഇത്രയും കൊടുത്തു. നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ എനേബിൾ ആണ്, ഇതൊന്നും നമുക്ക് വേണ്ട. ഇത്രയും ഓക്കെ എനേബിൾ ആയി. നമ്മൾ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇത് തന്നെ കട്ടാവും, നെറ്റ്വർക്കിൽ നിന്ന് പോവും. നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിങ് ഇട്ട് വെക്കണം ഫസ്റ്റ്. പിങ് 192.168.1.99. ഇപ്പൊ നമുക്ക് പിങ് കിട്ടുന്നില്ല. ഈ ഡിവൈസ് ഇതിന് കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ മാനുവലി ഈ ലാപ്ടോപ്പിന് ആ ഐ പി റേഞ്ച് കൊണ്ട് കൊടുക്കണം. നമ്മൾ കൊടുത്തേക്കുന്ന ഐ പി റേഞ്ച് കൊടുക്കണം. എതർനെറ്റില് ഐ പി അസൈൻമെന്റ് മാനുവൽ IPv4 നമ്മൾ കൊടുത്തേക്കുന്നത് 172.20.70.254 അല്ലേ. അപ്പൊ നമ്മളിവിടെ 254 ഒഴികെ ബാക്കി ഒന്നിനും 253 ഇടയ്ക്കുള്ള എന്തെങ്കിലും ഒരെണ്ണം കൊടുക്കണം. ഞാനിവിടെ ജസ്റ്റ് 2 കൊടുത്തു. സബ്നെറ്റ് 255.255.255.0. അത് വേണ്ട, ഗെറ്റ് വേണ്ട. ഇത് രണ്ട് മാത്രമേ കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ പോയി നമ്മൾ പുതിയൊരു പേജ് എടുത്തു. ഈ പേജ് ക്ലോസ് ചെയ്തിട്ട് 172.20.70.254 അപ്പൊ അതിന്റെ പേജ് വന്നു. നമ്മളിവിടെ അഡ്മിൻ കൊടുത്തു, ലോഗിനായി. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റേഞ്ചിലേക്ക് കിട്ടി. പക്ഷെ ഇവിടെ ഇന്റർനെറ്റ് ഇല്ല, നമ്മൾ വാൻ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കിവിടെ പോകുമ്പോൾ കാണാമല്ലോ, നെറ്റ്വർക്കിൽ പോകുമ്പോൾ കാണാം നോ ഇന്റർനെറ്റ് ആക്സസ് ആണ്. വൈഫൈക്ക് മാത്രമേ ഇന്റർനെറ്റ് ആക്സസ് ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി ആ കേബിൾ എടുത്ത് റൗട്ടറിൽ നിന്ന്, അതായത് ഇപ്പം ഈ റൗട്ടറിന്റെ ഒരു എൻഡിൽ നിന്ന് ഈ കേബിള് റൗട്ടറിന്റെ ഒരു എൻഡിൽ നിന്ന് വാനിലേക്ക് കൊടുക്കാൻ പോവാം. ഈ ലാൻ 1 വാനിലേക്ക് കൊടുക്കും. വാനിലേക്ക് നമ്മൾ കൊടുത്തു. അപ്പൊ നമുക്ക് നോക്കാം അത് അപ്പായിട്ടുണ്ടോ നമുക്ക് നോക്കാം. നെറ്റ്വർക്ക് ഇന്റർഫേസിൽ പോകുമ്പോൾ വാനിനകത്തിൽ ഇപ്പൊ ഗ്രീൻ വന്നിട്ടുണ്ട്. മുമ്പ് അത് റെഡ് ആയിരുന്നു. വിച്ച് മീൻസ് അവിടെ എന്തോ ഒരു സാധനം ഡിറ്റക്ട് ആയിട്ടുണ്ട്. അപ്പോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വാനകത്തിൽ പോയി ഇതിന്റെ കോൺഫിഗറേഷൻസ് ചെക്ക് ചെയ്യണം. ഇതിന്റെ IP നമ്മൾ കൊടുത്തേക്കുന്നത് DHCP ആണ്. അതുകൊണ്ട് 192. അതായത് റൗട്ടറിന്റെ IP തന്നെ അത് ഇവിടെ കിട്ടി. അപ്പൊ DHCP നമ്മൾ കൊടുത്തു. അപ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ HTTPS വേണം, പിങ് വേണം, SSH വേണം, SNMP വേണം. ഇത്രയും നമ്മൾ കൊടുത്തു. ബാക്കി വേറെ ഒന്നുമില്ല. ഇതെല്ലാം കറക്റ്റ് ആണ്. നമ്മൾ ഓക്കെ കൊടുത്തു. വാൻ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി DHCP ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ലാൻ കൊടുത്ത പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള പുതിയ IP. ഇപ്പൊ സപ്പോസ് നമുക്ക് വാൻ കിട്ടുന്നത് വേറൊരു സ്വിച്ചിൽ നിന്നാണ്, അല്ലെങ്കിൽ വേറൊരു 40 ഗേറ്റിൽ നിന്നാണെങ്കിൽ നമ്മൾ അതിന്റെ IP ഇപ്പൊ 172.20 ആണെങ്കിൽ ആ റേഞ്ച് അവിടെ കൊടുത്ത് അതിന്റെ സബ്നെറ്റ് കൊടുത്ത് കോൺഫിഗർ ചെയ്യണം. ഇപ്പൊ ഇങ്ങനെ നമ്മൾ കൊടുത്തു. ഇപ്പൊ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്കിൽ പോയിട്ട് പിങ് 8.8.8.8 വർക്ക് ആവുന്നില്ല. അപ്പൊ നമ്മള് പോളിസി ആൻഡ് ഒബ്ജക്ട്സ് ഇതിൽ പോയിട്ട് നമ്മൾ ഈ രണ്ട് പോർട്ടുകൾ തമ്മിലുള്ള ട്രാഫിക് എനേബിൾ ചെയ്യണം. ഈ ലാൻ പോർട്ടും നമ്മുടെ ലാപ്ടോപ്പിൽ കുത്തിവെക്കുന്നത് ലാൻ പോർട്ടാണ്. ലാൻ പോർട്ടിൽ നിന്ന് വാനിലേക്കുള്ള ട്രാഫിക് നമ്മൾ എനേബിൾ ചെയ്യണം. ആ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തിൽ പോയി രണ്ടാമത് ചെക്ക് ചെയ്യണം. ഇത് വാനാണ്, ഇൻകമിങ് വരുന്നത് ലാനിനാണ്, വാനിലേക്കാണ് പോകുന്നത്. ഓള് നാറ്റ് വേണം. ഇത് വേണമെങ്കിൽ ഇതൊക്കെ എനേബിൾ ചെയ്യുന്നെങ്കിൽ ചെയ്യാം. വെബ് ഫിൽട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ.
എന്നിട്ട് ഈ SSL ഇൻസ്പെക്ഷൻ എന്നുള്ളത് നമ്മൾ മാറ്റി ഡീപ്പ് ഇൻസ്പെക്ഷൻ കൊടുക്കണം. ഇത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ചില പോളിസിയിൽ ചില വെബ്സൈറ്റുകൾ വേണ്ട, അല്ലെങ്കിൽ ഈ ഫേക്ക് ആയിട്ടുള്ള ഹാക്കിംഗ് സൈറ്റുകൾ, സ്ക്രിപ്റ്റിംഗ് സൈറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അതിന്റെ സൈറ്റിന്റെ SSL ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം നമ്മൾ ഡീപ്പായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള പോളിസി എനേബിൾ ചെയ്യാനാണ് ഈ SSL ഇൻസ്പെക്ഷൻ കൊടുക്കുന്നത്. ബൈ ഡിഫോൾട്ട് വരുന്നത് നോ ഇൻസ്പെക്ഷൻ ആയിരിക്കും. എന്ത് കുന്തം വന്നാലും കയറിപ്പോകുന്ന രീതിയിലായിരിക്കും. അത് നമ്മൾ ഈ ഡീപ്പ് ഇൻസ്പെക്ഷൻ കൊടുത്ത് ക്ലിക്ക് ആക്കും. എന്നിട്ട് ബാക്കി എനേബിൾ ദിസ് പോളിസി എന്നുള്ളത് ഡിഫോൾട്ട് ആയിരിക്കും. അത്രയും നമ്മൾ കൊടുത്ത് ഇതിനെ ഓക്കെ കൊടുക്കും. ഇവിടുത്തെ പേര് കൊടുത്തില്ല, ലാൻ ടു വാൻ എന്തെങ്കിലും ട്രാഫിക്, ലാൻ ടു വാൻ ട്രാഫിക് ആണ്. അപ്പൊ നമ്മൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തേക്കുമായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് ലാൻ ഇൻപുട്ട് ആണ്. നമ്മൾ വിചാരിക്കും ഈ വാൻ വഴിയല്ലേ കണക്ഷൻ വരുന്നതെന്ന്. പക്ഷെ വാൻ വഴി നമ്മൾ ഈ ഡിവൈസിലേക്ക് കണക്ഷൻ എടുക്കുക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോകുന്നത് ലാപ്ടോപ്പ് ടു ഡിവൈസാണ്. അതുകൊണ്ടാണ് അത് ഇൻപുട്ട് ആവുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കാണാം ഡിവൈസ്, ഡിഫോൾട്ട്, ഡീപ്പ്, ഇത് ആന്റിവൈറസ്, ഇത് വെബ് ഫിൽട്ടറിങ്, ഇത് SSL. ഇത്ര നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ടത് DNS എറർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. DNS എറർ ഉണ്ടോ നോക്കാൻ വേണ്ടി നെറ്റ്വർക്കിൽ പോയിട്ട് DNS പാർട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടെ ഇതിന്റെ ബൈ ഡിഫോൾട്ട് DNS ഉണ്ടാവും. ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് 8888 DNS വേണേ ആക്കാം. ആക്കിയാലും വർക്കാവും. ഇല്ലെങ്കിൽ ഇപ്പൊ ഇത് ഡിഫോൾട്ട് ഒരു ഫ്രീ വെർഷൻ ആയതുകൊണ്ട് ഇതിലും വർക്കാവും. നമുക്ക് ഒരു സെക്യൂരിറ്റി നോക്കാൻ അതുകൊണ്ട് ഇതിലും വർക്കാവും. അപ്പൊ നമ്മൾ ഇതിൽ പോയി DNS പ്രോട്ടോകോളിൽ പോയിട്ട് സ്പെസിഫൈ ആക്കിയിട്ട് എനേബിൾ ചെയ്ത് വിടുക. സ്പെസിഫൈ കൊടുക്കുന്നില്ല, നമ്മൾ ഡിഫോൾട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇത് എനേബിൾ ആയിരിക്കും, ബൈ ഡിഫോൾട്ട് അത് വരും. എന്നിട്ട് നമ്മൾ അപ്ലൈ കൊടുത്തിട്ട് സെക്യൂരിറ്റി പോളിസി പോയി വെബ് ഫിൽട്ടറിങ് ആദ്യം പോയി നമുക്ക് വേണമെങ്കിൽ പുതിയ എന്തെങ്കിലും പോളിസി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഇത് നമ്മൾ രണ്ടാമത്തെ സെക്ടർ ചെയ്യുന്നതാണ്. ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നോക്കാം ഇന്റർനെറ്റ് വന്നിട്ടുണ്ടോ. വന്നിട്ടില്ല. ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നെറ്റ്വർക്കിൽ പോയിട്ട് പോളിസി ആൻഡ് ട്രിക്സിൽ പോയിട്ട് ഫയർവാൾ പോളിസി പോയി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ട്രാഫിക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബൈറ്റ് എന്നുള്ളത് 0 ബൈറ്റ് എന്നുള്ളത് മാറും. അപ്പൊ നമുക്കിത് റീബൂട്ട് ചെയ്യണം. ഈ മെഷീൻ, ഈ ഡിവൈസ് റീബൂട്ട് ചെയ്യണം. റീബൂട്ട് ചെയ്യാൻ ഇവന്റിൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ലാസ്റ്റ് റീബൂട്ട് ചെയ്തതെന്ന് ആ ഇവന്റ് കാണിക്കും. നമ്മൾ റീബൂട്ട് ചെയ്താണോ തനിയെ റീബൂട്ട് ആയാണോ എന്നുള്ള ഒരു എററാണ് അത്. റീബൂട്ട് ചെയ്തെങ്കിലേ ഇത് അപ്പാവത്തുള്ളൂ. അപ്പൊ ബൈ ഡിഫോൾട്ട് ആയിട്ട് കിടന്ന ഗേറ്റ് വേ 192.168 സീരീസ് ആണ്. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു IP റേഞ്ചിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇതിൽ നമ്മൾ ഇൻവെർട്ടർ എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കഴിയും. ஒரு சீரிஸ் அது நம்ம என்ன வேணா சூஸ் பண்ணிக்கலாம். இந்த IP ரேஞ்சில என்ன கிளாஸ் A கிளாஸ் B அந்த அதே மாதிரி எந்த வேணாலும் சூஸ் பண்ணலாம். சோ ഇവിടെ வந்து நம்ம பிரைவேட்டா பப்ளிக்கா போய் ஆன்லைன்ல அக்சஸ் பண்றதுக்கு நம்ம ஒரு IP செட் பண்றோம். ஆமா. ஒரு எக்ஸாம்பிளுக்கு இப்போ இந்த லேப்டாப் இருக்குன்னா இந்த லேப்டாப்க்கு இப்போ ஒரு IP கொடுத்து மேனுவலா கொடுத்து DSP கொடுக்கலாம், மேனுவலாவும் கொடுத்து இன்டர்நெட் வர வச்சு റിപ്ലൈ വരുന്നത് അതിൽ പോയി പാപ്പോ ഇന്റർനെറ്റ് വരുതാം. ഇത് ക്ലോസ് ചെയ്യണം. 172.20.
70254. ഇന്റർനെറ്റ് സ്റ്റാർട്ട് ആയില്ല, എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. കണ്ടുപിടിക്കാൻ എന്താണ് ഇഷ്യൂ എന്ന്. എല്ലാം കറക്റ്റ് ആണ്. Yes, ma'am. Yes. Definitely. You want to? Send mail first. Okay. Yeah. Yes, definitely. So how much ഒന്നുകൂടെ റീബൂട്ട് ചെയ്താലോ? റീബൂട്ട് ചെയ്യണം, ഒന്നുകൂടെ റീബൂട്ട് ചെയ്യണം. അതിനു മുമ്പ് ഒരു പേര് ഇവിടെ കൊടുക്കണം. നിങ്ങള് നോക്കട്ടെ ഫങ്ഷൻ ഉണ്ടോ. ഇല്ല. ഇപ്പോ DNS മാത്രമല്ല മാറ്റിയിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വേറൊന്നും മാറ്റിയിട്ടില്ല. അത് നമ്മൾ ആ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ ഓഫായി ഓൺ ആയെങ്കിലേ ആ ഒരു അത് എഫക്റ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീണ്ടും റീബൂട്ട് ചെയ്തേ. ഇത് പിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടുത്തെ DHCP ആക്കി കൊടുക്കും. ഇപ്പൊ എന്ത് IP വന്നാലും എടുക്കും. कैश देने इसको बिल लेके जाके फार्मेसी में बात करेंगे। हाँ कितना है इसका राइटर को चूज करेंगे फार्मेसी करेंगे। अगर उनको चाहिए तो कोई बिल भी भेज सकता है। हाँ बिल अकाउंट में Okay.
ഡാറ്റ എടുത്തു തുടങ്ങി. നമുക്കിവിടെ കാണാം 25.45 KB ഡാറ്റ ട്രാൻസ്ഫർ ആയി തുടങ്ങി. ഓക്കെ, 26.75. അപ്പോ ഈ ഡിവൈസ് അപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇന്റർനെറ്റ് അപ്പായി. നെറ്റ്വർക്ക് 51 കണക്റ്റഡ് ആണ്. ഇവിടുത്തെ IP വരുന്നത് ആ റേഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്നത് ആ 3 പോർട്ടിലാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫയർവാളിൽ നിന്ന് ഒരു ഔട്ട് എടുത്ത് സ്വിച്ചിലേക്ക് കൊടുക്കണം. അതായത് സ്വിച്ച് ഇനി നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകും, ഈ ഡീലിങ്ങിന്റെ സ്വിച്ച്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ ലാപ്ടോപ്പിൽ കൊടുത്തേക്കുന്ന ഡിവൈസ് ആ പോർട്ട് തന്നെ വരുന്നു. നമ്മൾ നമ്പർ 1 പോർട്ട് വരുന്നു. വാനിൽ നിന്ന് നമ്പർ 1 പോർട്ട് വഴി സ്വിച്ചിന്റെ 24 കൊടുക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, പോർട്ട് നമ്പർ 1 നമ്മുടെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കണക്ഷൻ എടുത്ത് 20 സ്വിച്ചിന്റെ 20 ഒരു കണക്ഷൻ കൊടുത്തിട്ട് അത് നമ്മൾ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്ത്, അതായത് സ്വിച്ചിന്റെ 24 നമ്മൾ കൊടുത്തേക്കുന്നത് 40 ഗേറ്റിൽ നിന്ന് ഒരു ഇൻപുട്ട് ആണ് കൊടുത്തത്. നമ്മൾ ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യാനാണ് ഈ പോർട്ടിൽ കണക്ട് ചെയ്തത്. ഓക്കെ, ഇപ്പോഴിത് വർക്ക് ആവുന്നുണ്ട്. വിച്ച് മീൻസ് ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വരുന്നത് 40 ഗേറ്റിൽ നിന്ന് സ്വിച്ചിൽ പോയിട്ട് സ്വിച്ചിൽ നിന്ന് ഔട്ടിലേക്കാണ്. കാരണം സ്വിച്ചിന്റെ പോർട്ട് നമ്പർ 24 ഇന്ന് വന്നിട്ടുണ്ട്, 20 ഔട്ട് വന്നിട്ടുണ്ട്. സോ സ്വിച്ച് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഡിവൈസ് ആയിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇന്റർനെറ്റും കിട്ടും. നമ്മളിപ്പോ ചെയ്യേണ്ടത് ഇതിനെ VLAN ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സ്വിച്ചിന്റെ ആദ്യത്തെ ഫസ്റ്റ് കുറച്ച് പോർട്സ് വേറൊരു IP റേഞ്ചിന് വേണ്ടിയിട്ടും, രണ്ടാമത്തെ പോർട്ട് നമ്മളിപ്പോ എടുത്തേക്കുന്ന ഈ സീരീസിലുള്ള IP റേഞ്ചിന് വേണ്ടി കൊടുക്കാൻ പോവാണ്. അതിപ്പോ ചെക്ക് ചെയ്യണം. നമ്മൾ സ്വിച്ചിന്റെ ഗേറ്റ്വേയിലേക്ക് ഇനിയും കയറണം. സ്വിച്ചിന്റെ ഗേറ്റ്വേ കയറാൻ 10.90.90.90 ഇതാണ് സ്വിച്ചിന്റെ IP. ഇതിലേക്ക് നമ്മൾ കയറണം. ഇത് നമുക്ക് കയറാൻ ഡയറക്റ്റ് ഒന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇത് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഡിവൈസ് മാനുവൽ ആക്കണം. 90 എനിത്തിങ് അന്ത റേഞ്ചിൽ ഇരിക്കണം. 10.90.90.99 കൊടുത്തു. ഇവിടെ നമ്മൾ 255.255.255.0 ഇല്ലെങ്കിൽ ജസ്റ്റ് 255.000 അത് കൊടുത്താലും ഓക്കെ ആണ്. ഇതിന്റെ സ്വിച്ചിന്റെ അഡ്മിൻ പേജ് വന്നു. ഇവിടെ നമ്മൾ അഡ്മിൻ എന്നാണ് ഇതിന്റെ ഡിഫോൾട്ട് പേര്. നമ്മൾ റീസെറ്റ് ചെയ്ത് ഫ്രഷ് ഡിവൈസാണ്. അപ്പൊ ഇതിന്റെ ഈ പേജസ് കാര്യങ്ങളും വരും. ഇവിടെ നമ്മൾ ഇനി ചെയ്യണം, നമുക്ക് ഫസ്റ്റ് പോർട്സ് ഒക്കെ കാണാം. പോർട്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 24 അപ്പാണ്,
20 അപ്പാണ്. 20 FortiGate എന്നുള്ള ഇൻപുട്ടും ഈ 24 FortiGate എന്നുള്ള ഇൻപുട്ടും 20 ലാപ്ടോപ്പിലേക്കുള്ള ഔട്ടും ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഈ ഡിവൈസിന്റെ ഒരു ഫസ്റ്റ് 8 പോർട്സ് പ്ലസ് പോർട്ട് നമ്പർ 23. അപ്പോൾ ഈ 24ഉം 23യും ഇൻപുട്ട് ആക്കാനാണ്. 24 എന്നുള്ളത് ഫയർവാൾ എന്നുള്ള ഇൻപുട്ടും 23 എന്നുള്ളത് നമ്മളൊരു വേറൊരു IP എടുക്കാനുള്ള വേറൊരു സാധാരണ റൗട്ടറിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ടും ഇൻപുട്ടും അതും കൊടുക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. അതിന് നമ്മൾ ലെയർ 2 മാനേജ്മെന്റിൽ പോയിട്ട് VLANിൽ പോയി VLAN കോൺഫിഗറേഷനിൽ പോയി ഇതിനെ ഗ്രൂപ്പ് ചെയ്യും ഫസ്റ്റ്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ 10 എന്ന് കൊടുത്തു. 10 10 10 10 10 10 10 ഇപ്പോൾ 8 എണ്ണം 10 കൊടുത്തു. ഇനി നമ്മൾ 23യും 10 കൊടുക്കാൻ പോവാം. ബിക്കോസ് അത്രയാണ് ഒരു ഗ്രൂപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 23 നമ്മൾ എത്രയും കൊടുത്തു, പ്ലേ കൊടുത്തു. എന്നിട്ട് ഈ സെഗ്മെന്റിൽ പോയിട്ട് ഇവിടെ നമ്മൾ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഏത് IP ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഞാൻ 192.168.1.0/24 എന്ന് കൊടുത്തു. അതായത് ഈ സീരീസ് 1 മുതൽ ഈ 1 മുതൽ ഏത് സീരീസ് വന്നാലും വർക്ക് ആവാൻ വേണ്ടിയിട്ട് ആ റേഞ്ച് കൊടുത്തു. 24ഉം അവിടെ കൊടുത്തു. 24 എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു നെറ്റ് മാസ്ക് ആണ് 255.255.255.0. ഇത്രയും കൊടുത്ത് നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഗറേഷൻ സ്റ്റേറ്റ് കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ G1 മുതൽ G8 വരെയുള്ള 23 ഉള്ള പോർട്ട് നമുക്ക് ആ IP ഡിഫൈൻ ചെയ്ത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്റ്റാറ്റസ് ഈ സ്വിച്ചിന്റെ IP ഇതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് കണക്ട് ചെയ്തേക്കുന്ന പോർട്ടിലാണ്. സപ്പോസ് ഞാനിപ്പോൾ ഈ ഗ്രൂപ്പ് ചെയ്തേക്കുന്നത് 24ഉം ചേർത്താണ് ഗ്രൂപ്പ് ചെയ്തേക്കുന്നതെങ്കിൽ ഞാൻ അവിടെ IP കൊടുക്കുമ്പോൾ അപ്പോൾ ഇതിന്റെ കണക്ഷൻ പോകും. പിന്നെ എനിക്ക് ഈ സ്വിച്ചിലേക്ക് ആക്സസ് കിട്ടത്തില്ല. ബിക്കോസ് ആ സ്വിച്ചിനകത്ത് നമ്മൾ ചെയ്ത കോൺഫിഗറേഷൻ ആ 192 എന്ന് പറയുന്ന IP-യിൽ വന്നാൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. പക്ഷേ ഈ ഇതിന്റെ ഡിഫോൾട്ട് ഗേറ്റ്വേ 10 ആണ്. സോ നമുക്ക് ആ സ്വിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഡിഫോൾട്ട് ഗേറ്റ്വേയിലേക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു സെഗ്മെന്റ് മാത്രമേ അസൈൻ ചെയ്യാവൂ. ഇപ്പൊ IP നമ്മൾ യൂസ് ചെയ്യാത്ത സെഗ്മെന്റ് മാത്രം അസൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ സിസ്റ്റത്തിൽ പോയി ഈ സ്വിച്ചിന്റെ IP നമ്മൾ എന്താണോ സ്വിച്ചിന്റെ IP വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അപ്പം സ്വിച്ചിന്റെ IP ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്കിൽ പോയിട്ട് നമ്മൾ FortiGate ചെയ്ത അതേ സ്വിച്ച് അതേ നെറ്റ്വർക്ക് തന്നെ ഞാൻ വെക്കാമെന്ന് വിചാരിക്കുക. ഒറ്റ സൈറ്റിലേക്കുള്ളതാണെന്നുള്ളൊരു കൺസെപ്റ്റില്. അപ്പോൾ ഞാനിത് 172.20.70.222/24 എന്നിട്ടു. ഇപ്പൊ 222 നമ്മൾ ഇട്ടത് ഒരു യൂണിക് ആയിട്ടുള്ള ഒരു IP കിടക്കട്ടെ എന്ന് വിചാരിച്ച് 222 ഡിഫോൾട്ട് ഗേറ്റ് 172.20.70.254 അല്ലേ നമ്മുടെ ഫയർവാൾ. അപ്പൊ അത് ഇട്ടു. ഇവിടെ DNS 8.8.8.8 പിന്നെ 8.8.4.4 ഇതും കൊടുത്തു, അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ സ്വിച്ച് സേവ് ആയി. പക്ഷെ ഇനി നമുക്ക് ഈ റേഞ്ചിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചേഞ്ച് ചെയ്ത് അങ്ങോട്ട് സ്വിച്ച് ആവണം. നമുക്ക് വേണമെങ്കിൽ ഇത് മാനുവലി പോയി ചെയ്യാം. ഓട്ടോമാറ്റിക് ആക്കിയാലും ഇതിലേക്ക് വരും. ഇനി അങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മാനുവലി പോയിട്ട് നമ്മളിപ്പോൾ സ്വിച്ചിന് കൊടുത്ത അതേ IP നമ്മൾ സെഗ്മെന്റ് സെറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം അത് പിങ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് പിങ് ആവുന്നുണ്ട്. അപ്പോൾ അഡ്മിൻ പോയി എന്നിട്ട് സെറ്റിങ്സ് സേവ് ആയതെന്ന് നമ്മൾ ഒന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്തു. വർക്കിംഗ് ആണ്. ഇനി നമ്മൾ പോയി ചെയ്യേണ്ടത് ആ രണ്ടാമത്തെ സെഗ്മെന്റിന് അതിന്റെ റേഞ്ച് കൊടുക്കുക. ഇത് ബാക്കി കിടക്കുന്നത് VLAN ID 1 ആണ്. സോ നമ്മൾ ആ VLAN ID 1-ല് നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തേക്കുന്നത് അത് ഇവിടെ പോയി 172.20.70.0/24 ഇത് നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ VLAN ID 10 എന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്തേക്കുന്നത് 192-ന് വേണ്ടിയിട്ടാണ്. VLAN ID 1 172-ന് വേണ്ടിയിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അത് നമ്മളവിടെ കൊടുത്തു.
ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയി വേറെ കുറെ കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുണ്ട്. ഇത് പിന്നെ പോർട്ട് കോൺഫിഗറേഷൻ ആണ്. ഇവിടെ നമ്മൾ യൂഷ്വലി ഒന്നും ചെയ്യാറില്ല ഇപ്പോ. പിന്നെ POE മാനേജ്മെന്റ് നമ്മളൊന്നും ചെയ്യുന്നില്ല. ലെയർ 2 മാനേജ്മെന്റ് പോയിട്ട് MSTP കോൺഫിഗറേഷനിൽ പോയി ഇന്റർഫേസിനകത്തില് ഇതിനകത്തില് സ്പാനിങ് ട്രീ നമ്മൾ ചെയ്യുന്നെങ്കിൽ ചെയ്യാം. പക്ഷെ അതിന്റെ ശരിക്കും നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പോ അഡ്വാൻസ് മാനേജ്മെന്റിൽ പോയിട്ട് SNMP കോൺഫിഗറേഷൻ എന്നുള്ളത് നമ്മൾ ചെയ്യണം. സ്വിച്ചിന്റെ പേര് ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഡി-ലിങ്ക്. ഇവിടെ നമ്മുടെ ഏത് സൈറ്റിലേക്കാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പം ലൊക്കേഷൻ കൊടുക്കുമല്ലോ. ഇപ്പൊ ഗൂഗിളിന്റെ കമ്പനിയിലേക്കാണെങ്കിൽ ഗൂഗിളിന്റെ കമ്പനി, ഗൂഗിള് അബുഹൈൽ ലൊക്കേഷൻ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തു. അവിടെ കോൺടാക്ട് നമ്പർ എന്തെങ്കിലും കോൺടാക്ട് നമ്പർ കൊടുത്തു. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ ആ സിസ്റ്റത്തിന്റെ അത് സേവ് ആവും. ഇത് നമ്മൾ കൊടുക്കും. അപ്ലൈ കൊടുത്തു. ഈ NDP-ക്കകത്ത് പോയിട്ട് നമ്മുടെ ഈ ടൈം സോൺ കറക്റ്റ് ആക്കണം. ഇതാണ് നമ്മുടെ ടൈം സോൺ. മോഡ് അപ്ലൈ. ഇവിടെ NDP സെർവർ കോൺഫിഗറേഷൻ ഉണ്ട്. നമ്മളൊരു ഓർഗനൈസേഷൻ ലെവലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് ഒരു NDP സെർവർ ഉണ്ടെങ്കിൽ നമ്മൾ ആ സെർവറോട് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എന്നിട്ട് ആഡ് കൊടുക്കുക. അത്രയേ ഉള്ളൂ അവിടെ. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് യൂസർ മാനേജ്മെന്റിൽ പോയിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതിനകത്തിൽ പോയി ഈ ടെൽനെറ്റ് നമ്മൾ ഡിസേബിൾ ചെയ്യണം. ഡിസേബിൾ ചെയ്തിട്ട് HTTP പോർട്ട് നമ്മൾ മാത്രമല്ല HTTPS കൂടെ എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്ത് അപ്ലൈ ചെയ്യണം. ടെൽനെറ്റ് നമ്മൾ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഡിസേബിൾ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്വിച്ചും എനേബിൾ കൊടുത്തു. എന്തെങ്കിലും ആവശ്യത്തിന് ടണൽ എടുക്കണമെങ്കിൽ അതും കൊടുത്തു. എന്നിട്ട് ഇത് രണ്ടും കൊടുത്തു. ഇത്ര നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോ നമ്മള് ആദ്യമേ ഡിഫോൾട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഇതല്ല? ഇത് നമ്മൾ ഡിഫോൾട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്ന എല്ലാം പ്രോസസ് ചെയ്ത് ഇപ്പം ചെയ്തേ ഉള്ളൂ. ഫസ്റ്റ് ഇത് തീർത്തിട്ട്. അപ്പോൾ ഇനി എന്നതിലെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും സംഭവങ്ങൾ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഈ കോൺഫിഗറേഷൻ മാനേജ്മെന്റിൽ പോയിട്ട് ഈ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് ചെയ്ത എല്ലാ സെറ്റിങ്സുകളും നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വെച്ചേക്കാം. അത് ബാക്കപ്പ് ആണ്. ഉണ്ടെങ്കിൽ നാളെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഇതിനകത്ത് ഡിഫോൾട്ട് ഇതിൽ പോയിട്ട് ഈ പേജിലേക്ക് എത്തുക. നമ്മൾ ഡൗൺലോഡ് ചെയ്തേക്കുന്ന ഫയൽ ഇവിടെ ചൂസ് ഫയൽ കൊടുക്കുക. ഫയൽ കൊടുത്തിട്ട് ഈ ഫയൽ ഇത് അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് എന്ത് സെറ്റിങ്സ് ആണോ ചെയ്തത് ആ സെറ്റിങ്സും അതേ IP റേഞ്ച് ഇതിനകത്ത് കിട്ടും. അപ്പോൾ വേറെ ടാസ്ക് ഒന്നുമില്ല. നമ്മൾ ഇതിന് അവിടെ പോയിട്ട് ആ റേഞ്ച് മാറ്റി കൊടുത്താൽ മാത്രം മതി. പക്ഷേ ഈ ഫയൽ നമ്മൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ലെയർ 2 മാനേജ്മെന്റ് നമ്മൾ VLAN കോൺഫിഗറേഷൻ ചെയ്തത് ഈ IP റേഞ്ച് നമ്മൾ ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ലോഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ലോഡ് ചെയ്തതിന് ശേഷം ആ റേഞ്ച് തന്നെ കിട്ടിയെങ്കിലേ നമുക്ക് ഈ സ്വിച്ചിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ നമ്മുടെ ലാപ്ടോപ്പ്. നമ്മൾ ഇത് ഓർത്തിരിക്കണം. ഡിഫോൾട്ട് ഗേറ്റ് മാത്രം ഓർത്തിട്ട് കാര്യമില്ല. ആ പോർട്ടിൽ കൂടെ ഇത് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ആകത്തുള്ളൂ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഇപ്പം നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കേണ്ടത്, നമ്മൾ ഈ സ്വിച്ചിന്റെ പോർട്ട് നമ്പർ 24 ഇൻപുട്ട് കൊടുത്തു. അവിടുന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഈ 23 ഒഴികെ ബാക്കി എല്ലാത്തിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ഞാനിപ്പോൾ ഓരോ സ്വിച്ചായിട്ട് മാറ്റി കുത്താൻ പോവാണ്. ഇപ്പൊ 20 കുത്തി. അത് ഞാൻ എടുത്തുനിന്ന് 14 കുത്തി നോക്കട്ടെ. 14 കുത്തി. പിങ് ഉണ്ട്. 14 വർക്കിംഗ് ആണ്. 12 കുത്തി നോക്കി. അതും കമ്മ്യൂണിക്കേറ്റ് ആണ്. 9 വർക്ക് ആവുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് അടുത്ത ഗ്രൂപ്പായിട്ടുള്ള 8 കുത്തി നോക്കട്ടെ. അടുത്ത ഗ്രൂപ്പായിട്ടുള്ള 8 കുത്തിയപ്പോൾ അവിടെ IP വരുന്നില്ല. അവിടെ IP കിട്ടുന്നില്ല. കാരണം അത് വേറെ ഗ്രൂപ്പാണ്. നമുക്ക് അവിടെ കിട്ടത്തില്ല.
അതുപോലെ നമുക്ക് 4 കുത്തി നോക്കി, 4 നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെക്ക് ചെയ്യണം. ഇപ്പൊ നമ്മളിത് ഡിസേബിൾ ചെയ്തിട്ട് ഈ രണ്ടാമത്തെ ഗ്രൂപ്പിനകത്തിൽ കൊടുത്തേക്കുന്ന, ഇപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പുമായിട്ടാണ് നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്തേക്കുന്നത്. അവിടെ വരുന്ന IP റേഞ്ച് എന്താണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, സിസ്റ്റം കിടക്കുന്നത് ഓൾറെഡി ഡൈനാമിക്കിലാണ്. അപ്പോൾ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഈ എക്സിസ്റ്റിംഗ് ആയിട്ട് കിടക്കുന്ന കണക്ഷൻ ഡിസ്കണക്ട് ആണ്. ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഡിസ്കണക്ട് ആവും. ആയി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അത് 169 സീരീസിലേക്കായിരിക്കും നമ്മുടെ ഇപ്പോൾ വരുന്ന IP വരേണ്ടത്. ഓക്കെ, 169.254 സീരീസിലേക്ക്, അതായത് ഡിവൈസിന്റെ സ്വിച്ചിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ആ ഒരു IP റേഞ്ചിലേക്ക് മാത്രം വന്നു. കാരണം എന്താ, നമ്മൾ ആ ഗ്രൂപ്പിൽ വേറെ IP ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പം നമ്മൾ ഈ 40 ഗേറ്റ് കൊടുത്തേക്കുന്ന ഇൻപുട്ട് പോലെ നമ്മുടെ റൗട്ടറിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ഡയറക്റ്റ് ആയിട്ട് 192 സീരീസിൽ പെട്ട ഒരു കണക്ഷൻ എടുത്ത് നമ്മൾ പോർട്ട് നമ്പർ 23 കണക്ട് ചെയ്യാൻ പോവാം. പോർട്ട് നമ്പർ 23 കണക്ട് ചെയ്തു. അപ്പോൾ ഐഡന്റിഫൈ ആയോ നോക്കാം. കണക്ഷൻ ആയിട്ടുണ്ട്. ഇവിടുത്തെ IP എന്താ വരുന്നത് നോക്കാം. സീരീസ് വന്നു. അത് റൗട്ടറിൽ നിന്നുള്ള IP നമുക്ക് ഇവിടെ കിട്ടി, രണ്ടാമത്തെ ഗ്രൂപ്പ് വഴി. സോ VLAN നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇനി ഇവിടെ നമുക്ക് ആ മറ്റേ IP റീച്ച് ആവരുത്, അല്ലെ? പിങ് 172.20.70.254 നമുക്ക് ആ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല, കോൺഫ്ലിക്റ്റ് അടിക്കത്തില്ല. ഇപ്പൊ കൊടുത്തേക്കുന്ന ഇന്നെന്ന് പറഞ്ഞാൽ ഡീലിംഗിൽ കൊടുത്തേക്കുന്നത്, ഡീലിംഗിന്ന് പോർട്ട് നമ്പർ 23 ഇന്ന് കൊടുത്തേക്കുന്നു. എന്നിട്ട് നമ്മൾ ലാപ്ടോപ്പ് കണക്ട് ചെയ്തേക്കുന്നത് പോർട്ട് നമ്പർ 4 അതായത് നമ്മൾ ഈ ഡീലിംഗിൽ കൊടുക്കാൻ വേണ്ടി ഡിഫൈൻ ചെയ്ത ഗ്രൂപ്പിലാണ് കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ സ്വിച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല, നമ്മുടെ അടുത്ത രണ്ടാമത്തെ IP ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. കാരണം നമ്മൾ അവിടെ ഒരു IP സെഗ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ പോർട്ടിൽ ഈ 1 മുതൽ 8 വരെയുള്ളത്, അല്ലെങ്കിൽ 1 മുതൽ 8+23 പോർട്ടിൽ 192 സീരീസ് മാത്രമേ വർക്ക് ആകാവൂ എന്ന് നമ്മൾ അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്വിച്ചിലേക്ക് കയറാൻ പറ്റാത്തത്. അത് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ചിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സെഗ്മെന്റ് 2, ഫയർവാള് ആൻഡ് സ്വിച്ച്. നെറ്റ്വർക്ക് കണക്ടിവിറ്റി വരുന്ന ചെക്ക് ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പോ താങ്ക് യു.